ഇനി നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിനകത്ത് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട്. ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്. ഓക്കെ, അത് പ്രധാനമായിട്ട് നമുക്ക് വല്ല ലിസ്റ്റ് തയ്യാറാക്കേണ്ടി വരുമ്പോഴൊക്കെയാണത് ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ ബുള്ളറ്റഡ് ലിസ്റ്റ്, അതുപോലെ തന്നെ നമ്പേർഡ് ലിസ്റ്റ്, ഔട്ട്ലൈൻ നമ്പേർഡ് ലിസ്റ്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഏതൊക്കെ ലിസ്റ്റാണ്? ബുള്ളറ്റഡ് ലിസ്റ്റ്, നമ്പേർഡ് ലിസ്റ്റ്, ഔട്ട്ലൈൻ നമ്പേർഡ് ലിസ്റ്റ്. വളരെ എളുപ്പമാണിത് നമുക്ക് തയ്യാറാക്കാൻ. ഓക്കെ, വളരെ എളുപ്പമാണ്. വയ്ക്കാം, ചെയ്യുന്ന വയ്ക്കാം. അപ്പോൾ 1 അടിച്ചു, ഒരു ഡോട്ട് ഇടുക, ഒരു സ്പേസ് ഇടും, എന്നിട്ട് ഞാനിവിടെ അടിക്കുകയാണ് ആപ്പിൾ. എൻ്റർ അടിച്ച് നോക്കിയേ, കണ്ടോ 2 ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓറഞ്ച്, പൈനാപ്പിൾ. എൻ്റർ അടിച്ചു. നമ്മൾ ഇനി ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഒരു എൻ്ററും കൂടി അടിക്കുക, ഒരു എൻ്ററും കൂടി അടിക്കുക. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 1 2 3 എന്നുള്ള ഈ നമ്പേർഡ് ലിസ്റ്റാണ്. അപ്പോൾ തന്നെ ഈ ഡോട്ട്, അതിന് നമുക്കിതിനെ സെപ്പറേറ്റർ എന്നാണ് വിളിക്കുന്നത്. സെപ്പറേറ്റർ. അത് കഴിഞ്ഞിട്ടൊരു സ്പേസ് ഇടണം. സ്പേസ് ഇടാൻ മറക്കരുത്. നോക്കിയാൽ 1 ഇട്ടിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് ആപ്പിൾ നടിച്ചു. എൻ്റർ അടിച്ചാൽ 2 വരില്ല, കാരണം ഇവിടെ നമ്മൾ സ്പേസ് ഇടാൻ മറന്നുപോയി. സ്പേസ് ഇടണം, എന്നാൽ മാത്രമേ 2 അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുള്ളൂ. കണ്ടോ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ മതി. ഇനി അടുത്ത 1 കഴിഞ്ഞിട്ടൊരു ഇതേപോലെ ഒരു ക്ലോസിങ് പാരന്തസിസ് ഇട്ടു, റൈറ്റ് പാരന്തസിസ് ഇട്ടു, എന്നിട്ട് ആപ്പിൾ, കണ്ടോ, ഓറഞ്ച്. ഇങ്ങനെയും നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇനി നമുക്കിത് കൊടുക്കാം. എന്ന് കൊടുത്തു, ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ. കണ്ടോ? ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഈ സ്മോൾ ലെറ്റർ ഐ കൊടുക്കാം. ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ. ഇനി നമുക്കിത് കൊടുക്കാം. സ്മോൾ ലെറ്റർ എ, ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കംപ്ലീറ്റ് എന്ത് ലിസ്റ്റാണ്? നമ്പേർഡ് ലിസ്റ്റാണ്. അതായത് 1 2 3 അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സ്, ക്യാപിറ്റലും സ്മോൾ ലെറ്ററും, പിന്നെ വരുന്ന ഏതാ ആൽഫബറ്റ്സ്. അതിൻ്റെ ക്യാപിറ്റലും ഉണ്ടാവും, സ്മോൾ ലെറ്ററും നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുന്ന ലിസ്റ്റിനെയാണ് നമ്മൾ നമ്പേർഡ് ലിസ്റ്റ് എന്ന് പറയാം. നമുക്ക് ബുള്ളറ്റഡ് ലിസ്റ്റ് നോക്കാം. ബുള്ളറ്റഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് ആസ്റ്ററിസ്ക് സിമ്പിൾ ഇടാം. കണ്ടോ? ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ. ഈ ഡോട്ട് സിമ്പിൾ അല്ല, സ്റ്റാർ ഇടുക. ആസ്റ്ററിസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ അതേപോലെ ഡോട്ട് വരും. ഓക്കെ, ഞാൻ ഐഫോൺ ഇട്ട് കൊടുത്ത് നോക്കിയേ. കണ്ടോ? ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ. അണ്ടർസ്കോർ ഇട്ട് നോക്കാം. അണ്ടർസ്കോർ ഇല്ല, നമുക്കിത് ഇട്ട് നോക്കാം. കൺട്രോൾ അമർത്തിയിട്ട് ഏതാ എം ഡാഷ് ഇട്ട് നോക്കാം. എം ഡാഷ്, ഇനി ഒരു എൻ ഡാഷ് ഇട്ട് നോക്കാം. കണ്ടോ? പിന്നെ അടുത്തതാ ഇതേപോലെ ഈ സിമ്പിൾ ഇടും. ഇതേപോലെ വരും. അപ്പോൾ എന്ത് സാധനം ഇത്? ഇതാണ് ബുള്ളറ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അത് സൈഡിൽ സിമ്പിൾസ് ആയിരിക്കും ഉണ്ടാവുക. കേട്ടോ? ഈ ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഔട്ട്ലൈൻ നമ്പേർഡ് ലിസ്റ്റ് നോക്കാം. അതായത് ഏതെങ്കിലും ഒരു ലിസ്റ്റ് ഐറ്റത്തിന് സബ് ഐറ്റംസ് വരുന്ന ഒരു സാഹചര്യം കാണാം. ഉദാഹരണത്തിന് 1 ടി വി. എൻ്റർ അടിച്ചു. 2 വന്ന് ടാബ് അടിക്കാം. എ വന്നു. ടി വി, സോണി, ഫിലിപ്സ്, LG. എൻ്റർ അടിച്ചു. ഷിഫ്റ്റ് ടാബ് അടിക്കാം. ഉണ്ടോ? 2ലേക്ക് എത്തി. വാഷിംഗ് മെഷീൻ. എൻ്റർ അടിച്ചു, ടാബ് അടിച്ചു. LG, പിന്നെ ഏതാണ്, വേൾപൂൾ. വേൾപൂൾ തന്നെ 2 മോഡലുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത നമ്പർ വന്നതിന് ശേഷമാണ് ടാബ് അടിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് ടാബ് അടിക്കരുത്. ഇവിടെ വെച്ച് ടാബ് അടിച്ചാൽ അങ്ങോട്ടും പോവുള്ളൂ. പോരാ, ഇവിടുന്ന് ടാബ് അടിക്കും. വേൾപൂൾ തന്നെ WH67 എന്ന് പറഞ്ഞ മോഡലുണ്ട്, WH87 എന്ന് പറഞ്ഞ മോഡലുണ്ട്. ഷിഫ്റ്റ് ടാബ് അടിക്കാം. വീണ്ടും ഷിഫ്റ്റ് ടാബ് അടിക്കാം. കണ്ടോ? മൊബൈൽ, ഒപ്പോ,
ടാബ് അടിച്ചു. ഒപ്പം തന്നെ O900 ഉണ്ട്, അതുപോലെ തന്നെ O970 ഉണ്ട്. വീണ്ടും അടുത്തത് ലാവ L7888 L9100 വീണ്ടും ടാബ് അടിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് 9 ലെവൽ വരെ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ സാധിക്കും. 9 ലെവൽ, 9 ലെവൽസ്. അതായത് ഈ 1 2 3 എന്ന ഇതാണ് ഒരു ലെവൽ. പിന്നെ ABCD വന്നിട്ടുള്ളതാണ് രണ്ടാമത്തെ ലെവൽ, ഇത് മൂന്നാമത്തെ ലെവൽ, ഇത് നാലാമത്തെ. അപ്പോൾ 4 ലെവൽ വരെയാണ് നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ പോയിട്ടുള്ളത്. 4 ലെവൽ വരെ പോയിട്ടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അടുത്ത നമ്പർ വന്നതിന് ശേഷമാണ് സബ് വേണോ, അതായത് മുന്നോട്ട് പോകണോ ബാക്കോട്ട് പോകണോ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ടാബ് അടിച്ചാൽ സബിലേക്ക് പോകും, ഷിഫ്റ്റ് ടാബ് അടിച്ചാൽ ബാക്കോട്ട് വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിനെ നമ്മൾ ഔട്ട്ലൈൻ നമ്പേർഡ് ലിസ്റ്റ് എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്, ഔട്ട്ലൈൻ നമ്പേർഡ് ലിസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലിസ്റ്റാണ്. അതായത് ഇപ്പോൾ ഒരു ഹെഡിങ് നമ്മൾ ടൈപ്പ് ചെയ്തു, ആ ഹെഡിങ്ങായിട്ട് ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. ആ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഒന്ന്, അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. ഒന്ന്, സ്പീഡ് എന്ന് അടിച്ചിട്ട് ഞാൻ എന്തടിക്കുന്നത്, എൻ്റർ അടിച്ചാൽ 2 വരും. എൻ്റർ അല്ല ഞാൻ അടിക്കുന്നത്, ഷിഫ്റ്റ് ടാബ് അടിച്ചു, ഷിഫ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ സ്പീഡിൻ്റെ തൊട്ട് താഴെ കഴ്സർ വരും. ഷിഫ്റ്റ് എൻ്ററാണ് അടിച്ചത് ഇവിടെ. അതിനുശേഷം നമുക്ക് കൊടുക്കാം എന്താണ്, കമ്പ്യൂട്ടർ ഈസ് എ വെരി ഹൈ സ്പീഡ് മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഞാൻ കോപ്പി പേസ്റ്റ് അടിക്കുകയാണ്, അങ്ങനെ ടൈപ്പ് ചെയ്തു. ഇനി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ 2 വരും. ഓക്കെ, കപ്പാസിറ്റി, ഷിഫ്റ്റ് എൻ്റർ അടിക്കുക, ഷിഫ്റ്റ് എൻ്ററേ കണ്ടോ. വെറുതെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യണേ, അപ്പോൾ മാറ്റർ ഒന്നും എടുക്കുന്നില്ല. വെൽക്കം ടു ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓക്കെ, കണ്ടോ 3 വന്നു. പിന്നെ അക്യൂറസി, ഷിഫ്റ്റ് എൻ്റർ പേസ്റ്റ് ചെയ്തു കണ്ടോ. ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരിക. അതായത് ഒരു നമ്പർ, അതിൻ്റെ താഴെ സബ്ബായിട്ടുള്ള ഒരു നമ്പറോ ബുള്ളറ്റോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റർ ചിലപ്പോൾ ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ചിലപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട്, അതായത് അവിടെ അടിച്ചു, ഷിഫ്റ്റ് എൻ്റർ അടിച്ചു, നമുക്കൊരാൾ ടൈപ്പ് EF അടിച്ചിട്ട് ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. കണ്ടോ, പിക്ചർ എവിടെയാണ് നിൽക്കുന്നത് നോക്കിയത്, ഈ ലെവലിൻ്റെ കറക്റ്റായിട്ട് ആണ് നിൽക്കുന്നത്. ഓക്കെ, എൻ്റെ അടിച്ചിട്ട് എൻ്റർ അടിക്കുക. കണ്ടോ 4 വന്നു. അതിനുശേഷം നമുക്ക് വേറെ എന്തെങ്കിലും ഡിലിജൻസ്, ഷിഫ്റ്റ് എൻ്റർ അടിക്കുക, ആൾ ടൈപ്പ് EF അടിക്കുക. കണ്ടോ, ഏതെങ്കിലും ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യുക. പിക്ചർ നമ്മളൊന്ന് ചെറുതാക്കി. ഈ പിക്ചറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിൽ എൻ്റർ അമർത്തുക. കീബോർഡിൽ എൻ്റർ അമർത്തിയിട്ടേ അപ്പോൾ കേഴ്സർ എവിടെ വരും, പിക്ചറിൻ്റെ അറ്റത്ത് വരും. എന്നിട്ട് എൻ്റർ അടിക്കാം. കണ്ടോ, അപ്പോഴാണ് 5ലേക്ക് നമ്മൾ പോകുന്നത്. ഇനി പോകാൻ ഇപ്പോൾ ഈ പിക്ചറിൻ്റെ താഴെ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എൻ്റർ അടിച്ചിട്ട് ഷിഫ്റ്റ് എൻ്റർ അടിക്കണം. വെൽക്കം ടു, വീണ്ടും ഷിഫ്റ്റ് എൻ്റർ അടിച്ചിട്ട് വെൽക്കം ടു. ഓക്കെ, അപ്പോൾ എൻ്റർ അടിച്ചാൽ അടുത്ത നമ്പർ വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചിലപ്പോൾ നമുക്ക് ലിസ്റ്റ് തയ്യാറാക്കേണ്ടി വരും. ഓക്കെ, ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട. ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്കിതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് തുറന്നിട്ട് ഇത് അതേപോലെ അങ്ങോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും അല്ലേ. ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു പിക്ചറായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ താഴെ കാണുന്ന ചിത്രം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓക്കെ, താഴെ കാണുന്ന പിക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. എൻ്റർ അടിച്ചിട്ടോ, എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്പർ വരും, പക്ഷേ നമ്പർ വരരുത്. അപ്പോൾ ഷിഫ്റ്റ് എൻ്റർ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിക്ചർ ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും ഷിഫ്റ്റ് എൻ്റർ അടിച്ചിട്ട് നമ്മൾ എന്ത് കൊടുക്കുക, നമ്മുടെ ഓപ്ഷൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ വെൽക്കം ടു ഇന്ത്യ, അപ്പോൾ ഷിഫ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്പർ വരാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സിമ്പിൾസോ നമ്പേഴ്സോ ഒക്കെ നമുക്ക് നേരത്തെ ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും.
ഇപ്പോൾ നോക്കിയാൽ ഇങ്ങനെ ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ Alt O N അമർത്താം. അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്ങിൻ്റെ ബോക്സ് വരും. വേറെ ഏതെങ്കിലും സിമ്പിളിലേക്ക് നമുക്ക് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ മാറുന്നുണ്ടല്ലേ. അടുത്ത് സെലക്ട് ചെയ്തു Alt O N അമർത്തുക. ഓക്കെ, കൂടുതൽ വേണമെങ്കിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്തിട്ട് സിമ്പിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് വിങ്ഡിങ്സ് എന്ന് കൊടുക്കാം. വിങ്ഡിങ് സിമ്പിൾസ് ആകുമ്പോൾ ഇഷ്ടംപോലെ സിമ്പിൾസ് നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് വരും. ഇഷ്ടമുള്ള ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കാം. കണ്ടോ, Alt O N ആണ്, O N. ഓക്കെ, വീണ്ടും കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ പിക്ചേഴ്സ് ഇതിനകത്ത് ലോഡ് ചെയ്ത് ഏതെങ്കിലും പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വേണ്ട, നമുക്ക് സിമ്പിൾ കൊടുക്കാം. സിമ്പിളിൽ തന്നെ ഏതെങ്കിലും സിമ്പിൾസ്. അപ്പോൾ വെബ്ഡിങ്സ് എടുത്തോ. വെബ്ഡിങ്സിനകത്തുകൊണ്ട് കുറേ പിക്ചേഴ്സ്, ഇതിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഗ്യാപ്പാണ് ഉണ്ടാവുക. ഒന്ന് നമ്മുടെ മാർജിനിൽ നിന്ന് ഈ ലിസ്റ്റിലേക്കുള്ള ദൂരം, പിന്നെ ഈ സിമ്പലിൽ നിന്ന് നമ്മുടെ ഈ എഴുത്തിലേക്കുള്ള ദൂരം, അങ്ങനെ 2 ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് കൊടുത്ത് നോക്കാം. Alt O P അടിക്കാം. അതിനുശേഷം ഇവിടെ കണ്ടോ ലെഫ്റ്റ് 6.3 ആണ് ഡിഫോൾട്ടായിട്ട് വരിക. അത് നമ്മൾ മാറ്റിയിട്ട് ഞാൻ 0 കൊടുത്തു. അതായത് മാർജിനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഗ്യാപ്പ് വേണ്ട, 0 കൊടുത്തു. അതിനുശേഷം ഇവിടെ ഹാങ്ങിങ്ങിൻ്റെ അവിടെ ഉണ്ടാവും 6.3. അത് ഞാൻ എത്ര കൊടുത്തു? ഒരു 5 കൊടുത്തു. ഓക്കെ അടിച്ച് നോക്കിയേ കണ്ടോ, ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് 0 ആണ്. അതായത് മാർജിനിൽ നിന്ന് തന്നെയാണ് സിമ്പൽ തുടങ്ങുന്നത്. പിന്നെ സിമ്പലിൽ നിന്നും നമ്മുടെ എഴുത്തിലേക്കുള്ള ദൂരം നമ്മൾ അതും ക്രമീകരിച്ചു. എത്ര കൊടുത്തു? ഒരു 5 മില്ലിമീറ്റർ കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ട് ഓക്കെ അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഗ്യാപ്പുകളൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്ങിനകത്ത് പറയാനുള്ളത്. ഓക്കെ, ഇത് മനസ്സിലായിട്ട് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാം.